ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രിപ്പ് ഇറിഗേഷൻ്റെ മെയിൻ്റനൻസ് വർക്കായിട്ടാണ്. ഇവിടെ ഏകദേശം ഒരു 2 ഏക്കറിൽ ഊത് കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ ട്രിപ്പ് ഇറിഗേഷനാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. കുഴൽക്കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് 2000 ലിറ്ററിൻ്റെ 3 ടാങ്ക് വെള്ളം സ്റ്റോർ ചെയ്താണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 2 ഇഞ്ച് ലൈൻ പൈപ്പാണ് നമ്മൾ പ്ലംബിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ട്രിപ്പ് ഇറിഗേഷൻ്റെ മെയിൻ്റനൻസിന് നമുക്ക് വേണ്ട സാധനങ്ങളാണ് 16 mm പൈപ്പും അതുപോലെ തന്നെ 4 mm ഫീഡർ ലൈന്, അഡ്ജസ്റ്റബിൾ ടൈപ്പ് എമ്മീറ്റർ, അതുപോലെ തന്നെ എൽബോ ടി കൺവെർട്ടർ, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് കണക്ടർ, എൻഡ് ഗ്യാപ്പ്, അതുപോലെ തന്നെ 4 mm പിൻ കണക്ടർ, അതുപോലെ തന്നെ ഡെമ്മി എന്നിവയാണ്. ഇവിടെ നമുക്ക് പുതിയൊരു കണക്ഷൻ ഇടാൻ വേണ്ടി വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിൽ ടെസ്റ്ററോ അല്ലെങ്കിൽ കുത്തുളിയോ ഉപയോഗിച്ച് ഒരു ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ എമ്മീറ്റർ ഫിൽട്ടർ അതിൽ ഫിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ 2 ഇഞ്ച് PVC ലൈനിൽ 16 mm പൈപ്പ് കണക്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഓരോ മരത്തിൻ്റെ ചുവട്ടിലേക്കും വെള്ളം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് എമ്മീറ്റർ വെച്ചിരിക്കുന്നത്. ഈ എമ്മീറ്റർ വെക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കുറക്കാനും കൂട്ടാനും കഴിയുന്നതാണ്. എമ്മീറ്ററിൽ കരട് കുടുങ്ങിയിട്ട് വെള്ളം വരാതിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അഴിച്ചെടുത്ത് അതിൻ്റെ ഉൾഭാഗത്തെ ആ ത്രെഡ് അഴിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ശരിയാക്കാവുന്നതാണ്. ഇവിടെ PVC പൈപ്പിലൊക്കെ വല്ല മെയിൻ്റനൻസുകൾ വരുന്ന സമയത്ത് നമുക്കതിൻ്റെ എൻഡിൽ നമ്മൾ ഇതേപോലെ ഒരു എൻഡ് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ എൻഡ് ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് വെള്ളം അതിലൂടെ തുറന്ന് കളയാവുന്നതാണ്. അതുപോലെ തന്നെ PVCക്ക് നമ്മളൊരു ത്രെഡ് എൻഡ് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ത്രെഡ് അഴിച്ചു മാറ്റി അതിലെ കച്ചറകൾ കളയാവുന്നതാണ്. അതുപോലെ 4 mm ഫീഡർ ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഒരു പ്ലാന്റ് കുറച്ച് ദൂരത്താണെങ്കിലും നമുക്ക് അതിലേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഫീഡർ ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൈനിൽ ഈ ബ്ലാക്ക് പൈപ്പ് 16 mm ബ്ലാക്ക് പൈപ്പ് പൊട്ടിയാൽ നമുക്ക് സ്ട്രെയിറ്റ് കണക്ടർ ഉപയോഗിച്ച് നമുക്കത് ജോയിൻ ചെയ്ത് ക്ലിയർ ആക്കാവുന്നതാണ്. ഇതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്നുമില്ല, കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ ചെടിയുടെ ചുവട്ടിലേക്കും വെള്ളം എത്തിക്കാവുന്നതാണ്. എമ്മീറ്ററുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കത് അഴിച്ചു മാറ്റാനും ഇനിയിപ്പോൾ കംപ്ലൈൻറ്റ് ഉള്ളത് നമുക്ക് വേറെ സെറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഇതുപോലെ ഒരു PVC പൈപ്പിൽ നിന്ന് ഒരു ബുഷ് കണക്ടർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ 16 mm ട്യൂബിലൂടെ കൊണ്ടുപോകുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഈ ത്രെഡ് ആൻഡ് ഗ്യാപ്പ് അഴിച്ചു മാറ്റി നമുക്ക് അതിലത്തെ കച്ചറകളെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ 16 mm ട്യൂബ് വഴി നമ്മൾ ഓരോ ചെടിയുടെ അടുത്തേക്കും ഓരോ എമ്മീറ്റർ സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് 4 mm ഫീഡർ ലൈന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ ലൈനിൽ അല്ലാതെ തൊട്ടപ്പുറത്ത് നമുക്കൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ എമ്മീറ്ററിൽ വെള്ളം വരുന്നത് വളരെ കുറവാണ്. ഇത് നമുക്ക് അഴിച്ചു മാറ്റിയതിന് ശേഷം അതിനകത്തെ ഫിൽട്ടർ റിമൂവ് ചെയ്ത് നമുക്കത് ക്ലീൻ ചെയ്യാവുന്നതാണ്.
ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പാർട്സുകളെല്ലാം ഇളകി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനകത്തൊരു വാഷറും അതുപോലെ തന്നെ ഒരു ഡിസ്ക്കാണ് വരുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ലൈനിലെ 16 mm പൈപ്പ് ലൈനിൽ എന്തെങ്കിലും കച്ചറ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഈ എൻഡ് ഗ്യാപ്പ് അഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം തുറന്ന് കളഞ്ഞാൽ തന്നെ കരടുകൾ എല്ലാം പോകുന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ കാണുന്ന പോലെ ഇവിടെ ചെറിയൊരു ഹോൾസ് വീണിട്ട് വെള്ളം അവിടെ വേസ്റ്റായി പോവുകയാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മുടെ 16 mm തന്നെ പൈപ്പിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻഡ് ഗ്യാപ്പ് കിട്ടുന്നതാണ്. ഈ വീട്ടിൽ കാണുന്ന പോലെ ഈ എൻഡ് ഗ്യാപ്പ് വെച്ച് നമുക്ക് ആ ഒരു ഹോൾ വീണ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഹോൾ അവിടെ ക്ലിയർ ആവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷക്കാലത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് ഒരുവിധം കുറവായിരിക്കും. വേനൽക്കാലത്ത് വർഷക്കാലത്ത് നമ്മൾ പുല്ലിൽ ഇട്ടിട്ട് നമ്മളത് പുല്ല് അടിക്കുന്ന സമയത്തൊക്കെയാണ് ഇതിനകത്ത് ചെറിയ ക്രാക്കുകളും പൈപ്പ് പൊട്ടലൊക്കെ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മഴ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ പൈപ്പുകളെല്ലാം ഒന്ന് ബൈൻഡ് ചെയ്ത് നമ്മുടെ തൈകളുടെ മുകളിലായിട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെയിൻ്റനൻസ് കുറക്കാൻ സാധിക്കുന്നതാണ്.